ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെയൊക്കെ നല്ല ചൂടാട്ടോ. ഓരോ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ബീച്ചിലൊക്കെ പോയി കാറ്റും കൊണ്ടിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിളിക്കണത്, നമുക്ക് നോമ്പറക്കന്ന് ബീച്ചിൽ വിട്ടാലോ എന്ന്. പിന്നെ ഞാനും കുട്ടികളും വേഗം മാറ്റി ഒരുങ്ങിക്കണ കാത്തുക്കേട്ടോ. ഇതാണ് എൻ്റെ പപ്പൻ്റെ താടി ഉണ്ടോ, പപ്പൻ്റെ ഹൈലൈറ്റ് ഉണ്ട് പപ്പൻ്റെ താടി കേട്ടോ. ഞാൻ ജനിച്ചിട്ട് ആകെ ഒരു തവണ പപ്പൻ്റെ താടി ഇല്ലാതെ കണ്ടിട്ടുള്ളൂ. ഇക്കനെ കാത്ത് മുഷിഞ്ഞ ഒട്ടുവിൻ്റെ കച്ചറായിട്ട് കേൾക്കണ്. 4:30 വരാതെ പറഞ്ഞ ആൾ ഇത്തന്നെ 5:30 മണിക്കാട്ടോ. ഇക്കനെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് ആളേൻ്റെയും ഒട്ടുവിൻ്റെയും മുഖത്ത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം നിന്നാൽ ഇവർ തുടങ്ങും ചോറ പപ്പനെ കാണാൻ. എൻ്റെ വീടും റോഡും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് നടന്ന് പോവാണേ. ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫ്രീ ആട്ടോ. 2 പേരും ഇക്കനെ കൂടെ തന്നെ ഇക്കാരം. ഞങ്ങൾ ഇറങ്ങാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ ബൈക്കിലെത്തിയപ്പോൾ ബാങ്ക് കൊടുത്ത്. പിന്നെ മുന്നിൽ കണ്ട ഏതോ റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒട്ടുവിന് കുറച്ച് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അജ്ഫാനിൽ കയറി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടോ. പക്ഷെ ചോക്ലേറ്റ്സ് അധികം കഴിക്കാറൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സാവധാനം പോക്കേ നടക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 7 മണിയായപ്പോൾ കാലിക്കറ്റ് ബീച്ചിലെത്തി. കുട്ടികളൊക്കെ കാറിലിരുന്ന് ആകെ ചടച്ചിരിക്കുന്നു കേട്ടോ. നോമ്പാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടിക്കുക. പിന്നെ കാറിലിരുന്ന് ചടച്ച ഒട്ടുമായാലും കടൽ കണ്ടപ്പോൾ വിലങ്ങ് ഓടാൻ തുടങ്ങി. കടലും കടൽക്കാറ്റും അത് വേറൊരു വൈബ് തന്നെയല്ലേ. ബീച്ചിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരിക ചെറിൻ്റെ ഐസാണ്. അങ്ങനെ ഞങ്ങളും ചെറിൻ്റെ ഐസ് 2 വാങ്ങിയിട്ടോ. പക്ഷെ എന്തോ അതെനിക്ക് വലിയ ഇഷ്ടമായില്ല. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും അപ്പും ഷൈനും ഒക്കെ ബസ് വിളിച്ച് ഫിലിം ഫെസ്റ്റിവലിനും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാനൊക്കെ ബീച്ചിലേക്ക് വരാറുണ്ടായിരുന്നു. അതൊരു 1.5 വൈബ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫാമിലീൻ്റെ കൂടെ വരുമ്പോൾ അത് വേറൊരു തരം വൈബ്. ആലൊക്കെ എന്തായാലും ചെറിൻ്റെ ഐസ് അങ്ങ് പിടിച്ച്. ഞാനും ഇക്കും പിന്നെ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാറുണ്ട്, ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടിലൊന്നും സ്ഥലമില്ലാണ്ട് വർത്താനം പറഞ്ഞിരിക്കാൻ ബീച്ചിൽ വരുന്നതെന്ന്. പക്ഷെ ബീച്ചിൽ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ബീച്ചിൽ വരുമ്പോൾ കൂടുതലായും കപ്പിൾസിനല്ലേ കാണുക. ഇപ്പോൾ കാലൊക്കെ മാറി ഗൈസ്. കുറേ അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അമ്മമാരൊക്കെ വന്നിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് കുഞ്ഞുങ്ങളൊക്കെ അതിൽ ഉറങ്ങി കിടക്കുന്നത് കാണാനൊക്കെ വേറൊരു ഭംഗിയാട്ടോ. പിന്നെ യൂത്തന്മാരില്ലാത്ത കച്ചവടമില്ലല്ലോ. പിന്നെ ഒട്ടുവിന് പ്രശ്നം തീപ്പെട്ടിത്തോക്കാട്ടോ. എനിക്ക് തീപ്പെട്ടിത്തോക്ക് വേണം പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തീപ്പെട്ടിത്തോക്ക് തിരഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മളെ തീപ്പെട്ടിത്തോക്കുള്ള സ്പോട്ട് കണ്ടെത്തി ഗൈസ്. ഞാനും ഇരിക്കും തീപ്പെട്ടിത്തോക്ക് എന്നുള്ള സാധനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കേട്ടോ. തീപ്പെട്ടി കൊണ്ടുള്ള എന്തെങ്കിലും തോക്ക് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചേ. ഇന്നലെ മനസ്സിലായത് നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ലോഡാക്കി വെടിവെച്ചിരുന്ന അതേ തോക്ക്, അതിനുള്ളിൽ പടക്കത്തിൻ്റെ പകരമൊക്കെ തീപ്പെട്ടി പൊട്ടിച്ച് അതിലേക്ക് ലോഡാക്കി വെക്കുക. സംഭവം നൈസ് ചെയ്യുന്നു കേട്ടോ. എന്തായാലും അത് വാങ്ങി ഒട്ടും ഹാപ്പി ആയിട്ടോ. ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഐക്യു റോക്കറ്റ് പോലെ കേട്ടോ. ഓക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പിന്നെ അത് വേണമെന്നാവും. അവിടെ പിന്നെ ഞാനൊരു ഡോള് കണ്ടു, ലൈറ്റൊക്കെ കത്തുന്ന ഒരു ഏഞ്ചലിനെ പോലത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആലൊക്കെ കൊടുത്തപ്പോൾ ഓളത് വാങ്ങിയില്ല. ഓള് വേറെ ഏതൊക്കെയോ ടോയ്സ് നോക്കണ തിരക്കിലേന്നു. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഓക്ക് വേണ്ടെങ്കിൽ പിന്നെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. ബീച്ച് മുഴുവൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറേ ചെറിയ ചെറിയ വിൽപ്പനക്കാരെ കാണാം കേട്ടോ. മുഴുവൻ ടോയ്സുകളാണ് അധികവും. ടോയ്സ്, അതുപോലെ കോസ്മെറ്റിക്സ്, ജ്വല്ലറീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ അവിടെ ഒരു ഇയറിങ്സിൻ്റെ സെക്ഷൻ കണ്ടു. ഞാൻ നോക്കി, പക്ഷേ എനിക്ക് പറ്റിയതൊന്നുമില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കൂളാണ്, ഫ്രീ ആയിട്ട് നടക്കാം. പിന്നെ കുറച്ച് നേരം കാറ്റ് കൊണ്ട് നടന്ന് പിന്നെ കുട്ടികൾക്ക് ഉറക്കം വരാൻ തോന്നിയപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഇട്ട്. അപ്പോൾ തന്നെ ഏകദേശം 11 മണിയായിട്ടുണ്ട്.
കുഞ്ഞുങ്ങൾക്ക് പിന്നെ കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലിരുന്നപ്പോൾ തന്നെ ഒട്ടും അലക്കും ചടച്ച്, പിന്നെ ഉറക്കവും ക്ഷീണവും യാത്രാക്ഷീണമൊക്കെ ആയിട്ട് ഒരാകെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ച് വണ്ടി കയറി വണ്ടി എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒട്ടും ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ ഒരു സ്വീറ്റ് മെലഡി സോങ് കൂടി ആയപ്പോൾ ഇക്കൻ്റെ നെഞ്ച് കിടന്ന് ഓനും ഉറങ്ങിട്ടോ. ഒട്ടും ഉറങ്ങിയതിന് പിന്നാലെ പിന്നെ ആലക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഉറക്കം വന്നാൽ പിന്നെ വയലൻസ് വികാരം, അങ്ങനെ പാലും കുടിച്ച് ഓളം ഉറങ്ങി. ഫൈനലി നമ്മൾ മഞ്ചേരി എത്തിട്ടോ. മഞ്ചേരി എത്തി പിന്നെ മിൽമയിൽ കയറാത്ത പരിപാടിയില്ല. അങ്ങനെ മിൽമയിൽ കയറി ഓരോരോ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒട്ടുവിനെ വണ്ടി നിർത്തിയപ്പോൾ ഒട്ടു എണീറ്റു. ആലപ്പോഴും നല്ല ഉറക്കത്തിലാട്ടോ. ഒട്ടുവിന് പിന്നെ ചായയും ബിസ്ക്കറ്റും വേണം പറഞ്ഞു. ബിങ്കോ കഴിക്കാട്ടോ അവനക്ക് ചായയും ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുത്തു. ഞാനെനിക്ക് ഓരോരോ ചായയും കുടിച്ചു. ഒട്ടൊരു ചായ ഭയങ്കര ഇഷ്ടമാട്ടോ. ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഈ സമയത്ത് മിൽമേൻ്റെ മുന്നിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ, യാത്രക്കാരും മറ്റും. എന്തായാലും ഇവിടുത്തെ ചായ അടിപൊളിയാണ്. സംഭവത്തിൽ പ്ലാൻ ചെയ്തൊന്നും നടന്നില്ലെങ്കിലും ഞാൻ ഹാപ്പി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.